കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകർക്ക് മെഡി ട്രാക്കിലേക്ക് സ്വാഗതം. പ്രഗ്നൻസി പീരീഡ് പൊതുവെ സ്ത്രീകൾക്ക് ആശങ്കകളും സംശയങ്ങളും അല്പം ഭയമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഈ ആശങ്കകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് മെഡി ട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കനങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നീരജയാണ്. മാം, വെൽക്കം. നമസ്കാരം. മാം, ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രഗ്നൻസി പീരീഡ് സാധാരണ സ്ത്രീകൾക്ക് അല്പം ആശങ്കയുണ്ടാവും. പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റൊക്കെ ആയ ഒരു സ്ത്രീക്ക് ചില സമയത്ത് സംശയങ്ങളുണ്ടാവും, ചിലപ്പോൾ അല്പം പേടിയും ഉണ്ടാവും. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകാനൊരു ബേസിക് ആയിട്ടുള്ളൊരു കാരണം എന്തായിരിക്കും? ബേസിക്കലി പ്രഗ്നൻസി പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. അത് ഏതൊരു സ്ത്രീക്കും ലൈഫിൽ ഷുഡ് എൻജോയ് ദാറ്റ് ഫേസ്. പക്ഷേ ഇപ്പോൾ പല സ്ത്രീകളിലും ഞാൻ കാണാറുണ്ട്, സ്ട്രെസ്ഡ് ആണ്, ടെൻസ്ഡ് ആണ്. പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ പാനിക്, ഭയങ്കരമായിട്ട് അവർ പേടിക്കും. ആദ്യത്തെ ആ ഒരു റീസൺ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ, ഒന്ന് അതിനെക്കുറിച്ച് അറിവില്ലായ്മ. സോ ലാക്ക് ഓഫ് അവെയർനെസ്, ഒന്നും അറിയില്ല ശരിക്കും പ്രഗ്നൻസി എന്താണ്, വാട്ട് ഈസ് ഇറ്റ്. ഒരു എന്തോ കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് എന്തെങ്കിലും വായിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ട് അവർ എന്തൊക്കെയോ ഇൻഫർമേഷൻ അവർക്ക് അറിയാം, അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് റോങ് അവർക്ക് അറിയില്ല. സോ അത് സെക്കൻഡ് വൺ, നമ്മളെ എക്സ്ട്രീം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടർമാരോടല്ല ചോദിക്കാറ്, ഇമ്മീഡിയറ്റ്ലി യൂട്യൂബിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അത് ഈവൻ പ്രഗ്നൻസി എന്നല്ല, സപ്പോസ് നമുക്കിപ്പോൾ ഒരു നെഞ്ചുവേദന വന്നാൽ പോലും ഫസ്റ്റ് വരുന്നത് എന്താ, ഹാർട്ട് അറ്റാക്ക്. സോ ഏറ്റവും കോമൺ ആയിട്ട് ശരിക്കും പറഞ്ഞാല് ആ കണ്ടീഷൻസ് ഒക്കെ ഗ്യാസും കാര്യങ്ങളാണ്. പക്ഷേ നമ്മള് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ അടിക്കുമ്പോൾ വരുന്നത് ഏറ്റവും റെയർ ഓഫ് ദ റെയറസ്റ്റ് ആണ്. അതേപോലെ തന്നെയാണ് പ്രഗ്നൻസിയിലും. സോ ഏറ്റവും ബെസ്റ്റ് എന്താ പറയാ, അതിന് ഒരു സൊല്യൂഷൻ എന്താ പറഞ്ഞാൽ, ഓൾവേസ് ഇതിനെക്കുറിച്ച് അറിവില്ല ആൾക്കാരോട് വേണം നമ്മൾ ചോദിക്കാൻ. പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിച്ച് ആൾക്കാർ, ദാറ്റ് ഈസ് ഡോക്ടേഴ്സ്. സോ എന്ത് സംശയം ഉണ്ടെങ്കിലും ഓൾവേസ് ഫീൽ ഫ്രീ. എപ്പോഴും നമ്മളെ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒബ്സ്റ്ററ്റീഷ്യൻസിനോട് നമ്മൾ ചോദിക്കണം. നോർമൽ സാധാരണ ഒരു പ്രഗ്നൻസി, അതായത് പ്രഗ്നൻ്റ് ആണോ അല്ല യു പി ടി ഉണ്ട്. ടെസ്റ്റ്, ഈ ടെസ്റ്റിൽ സാധാരണ അത് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ട്രൈമെറ്റൽ ടെസ്റ്റ്, അതായത് വിവിധ തരം ടെസ്റ്റുകൾ പ്രഗ്നൻസിയിൽ ഏതൊക്കെയാണ്? പൊതുവേ നമ്മൾ UPT പറഞ്ഞ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്, അല്ലെങ്കിൽ മൂത്രം പരിശോധിച്ചിട്ട് നമ്മളൊരു ചെറിയ കാർഡ് ഉണ്ടാവും, അതിൽ 2 ലൈൻസ് കാണുമ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിയും. സോ പലപ്പോഴും സ്ത്രീകൾ എന്താ ചെയ്യുക, നമ്മളെ മാസക്കുളി എല്ലാ മാസം വരുന്ന മാസക്കുളി ഒരു മാസം മിസ്സാവുമ്പോൾ നമ്മൾ UPT ടെസ്റ്റ് ചെയ്യും. അതിൽ പോസിറ്റീവ് എന്ന് അറിയുമ്പോൾ പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും, ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട, മെല്ലെ ഡോക്ടറിനെ പോയി കണ്ടാൽ മതി. അതാണ് പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണ. പക്ഷെ നോ, ഐ വുഡ് സേ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിൽ പോസിറ്റീവ് കാണുന്ന ആ നിമിഷം തന്നെ, ഉടൻ തന്നെ, ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യണം. എന്തുകൊണ്ട്? ബിക്കോസ് ഗർഭസഞ്ചിന്റെ ഉള്ളിൽ തന്നെ ആവണമില്ല. ചിലപ്പം ട്യൂബ്സിലാവാം, അണ്ടാശയത്തിലാവാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആവാം. സോ നമ്മൾ ഓൾവേസ് ലൊക്കേഷൻ ഓഫ് പ്രഗ്നൻസി ഷുഡ് ബി കൺഫേം. സോ അത് നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോയി സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റൂ. സോ ഓൾവേസ് വിസിറ്റ് യുവർ ഡോക്ടർ. സോ നമ്മളെ പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭകാലം 3 ട്രൈമസ്റ്റേഴ്സിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 മാസം, ഏകദേശം ഒരു 13 ആഴ്ച വരെയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. പിന്നീടില്ലേ 13 ആഴ്ച മുതൽ 27 ആഴ്ചയാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. പിന്നെ ഇല്ല കാലാണ് തേർഡ് ട്രൈമസ്റ്റർ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ് ഏറ്റവും ക്രിട്ടിക്കൽ പീരീഡ്. നമ്മളെ ആ കുഞ്ഞിന്റെ എല്ലാ ഓരോരോ ഓർഗാൻസും ഓരോരോ അവയവം വളർന്ന് വരുന്ന ആ ഒരു പീരീഡ് ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. പിന്നെ ഒബ്വിയസ്ലി നമ്മളെ ശരീരത്തിൽ പല പല പ്രശ്നങ്ങളും പ്രോബ്ലംസും ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ഫേസ് ആണ് ഈ ആദ്യത്തെ ഒരു ട്രൈമസ്റ്റർ. മാം, ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ബേസിക്കലി, അതായത് ഡിഫിക്കൽട്ടി, നേരത്തെ മാം പറഞ്ഞു അല്പം ആശങ്ക, സംശയം അല്ലെങ്കിൽ പേടിയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ബേസിക്കായി സാധാരണയായിട്ട് കാണുന്ന വിവിധ പേഷ്യൻ്റ് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് ട്രൈമസ്റ്റർ പറയുമ്പോൾ ആദ്യത്തെ 3 മാസം നമുക്കറിയാം.
സോ നമുക്ക് ഇതിൽ നോർമൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, അബ്നോർമൽ ചേഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ കെയർ എടുക്കേണ്ടത്, മെഡിസിൻസ് എന്താ എടുക്കേണ്ടത്, ടെസ്റ്റും കാര്യങ്ങളും എന്താ ചെയ്യേണ്ടത്, അതൊക്കെ അറിഞ്ഞിരിക്കണം. സോ നോർമൽ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ഷീണം, തലകറക്കം, ഛർദി, പിന്നെ ഒരു രുചിയിൽ മാറ്റങ്ങൾ, സ്മെല്ലിൽ മാറ്റങ്ങൾ, പിന്നെ അല്പം മൂഡ് സ്വിങ്സ്, ചെറിയൊരു അടിവയറ് വേദന, നടുവേദന, ഇതൊക്കെ നോർമൽ ചേഞ്ചസ് ആണ്. ആ ഒരു പ്രഗ്നൻസി ഹോർമോൺസ് ഉണ്ടാക്കുന്ന നോർമൽ ചേഞ്ചസ്. ഇനിയിപ്പോൾ ഈ നോർമൽ ചേഞ്ചസ് അല്ലാണ്ട് അബ്നോർമൽ അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് ഐഡിയ വേണം. അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്ലീഡിങ്. എന്തെങ്കിലും ചെറിയ രീതിയിൽ രക്തം കാണുന്നുണ്ടെങ്കിൽ, ബ്രൗൺ ഡിസ്ചാർജ്, അല്ലെ സഹിക്കാൻ പറ്റാത്ത അടിവയറ് വേദന, ഇതൊക്കെയാണ് ഡേഞ്ചർ സൈൻസ്. സോ ഇതുണ്ടാവുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഡോക്ടറിനെ പോയി കാണണം. സാധാരണ മാഡം സൂചിപ്പിച്ചതുപോലെ ഒരു നോർമൽ പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? അങ്ങനെ അത് എങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും പേഷ്യൻറ്റിന്? ഡെഫിനറ്റ്ലി. ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ 60-70% ഗർഭിണിയായ സ്ത്രീകളിൽ നമ്മൾ ചെറിയ രീതിയിൽ സ്പോട്ടിങ് കാണാറുണ്ട്. സ്പോട്ടിങ്, ബ്ലീഡിങ്. സോ അനാവശ്യമായിട്ട് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നോർമലി ആ സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും പലർക്കും ഒരു 12 വീക്സ് വരെ കാണാറുണ്ട്. അത് നമ്മൾ പറയും പ്ലസന്റ ഫോർമേഷൻ, ആ മറുപുള ഉണ്ടാവാൻ 12 വീക്സ് എടുക്കും. സോ ആ ഒരു ടൈം പീരീഡിലാണ് ഈ സ്പോട്ടിങ്ങും സ്ലൈറ്റ് ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. സോ എല്ലാ സ്പോട്ടിങ്ങും എല്ലാ ചെറിയ രീതിയിലുള്ള ബ്രൗൺ ഡിസ്ചാർജും ഡേഞ്ചറസ് അല്ല. പക്ഷെ എന്തായാലും അതൊരു നോർമൽ മാറ്റമല്ല. നമ്മളൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക, സ്കാൻ ചെയ്യുക, എല്ലാം ഓക്കെ ആണെങ്കിൽ ഫൈൻ. ഇപ്പോൾ സൂചിപ്പിച്ചത് ഇങ്ങനെ വളരെ വളരെ മൈനറായിട്ടുള്ള വളരെ ചെറിയ സ്പോട്ടിങ് പോലും ചിലപ്പോൾ ആ സ്ത്രീക്ക് ആശങ്ക അല്ലെങ്കിൽ ഭയം ഉണ്ടാക്കാനുണ്ട്. കാരണം പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി പീരീഡിൽ അങ്ങനെയുള്ള പേഷ്യൻറ്റിനോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? എപ്പോഴും നമ്മളിങ്ങനെ അധികമായിട്ട് പാനിക്കായി, സ്ട്രെസ്സായി, അത് ഇൻഫാക്ട് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാം. ശരിക്കും നമ്മളെ പ്രഗ്നൻസിനെ അത് ഇനിയും കൂടുതൽ എഫക്റ്റ് ചെയ്യും. സോ നമ്മൾ അത് അങ്ങനെ പാനിക്കായിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറിന്റെ അടുത്ത് പോവാം. എന്നിട്ട് ടേക്ക് ദ ഡോക്ടേഴ്സ് അഡ്വൈസ്. ചിലപ്പം ഡോക്ടർ നിങ്ങളോട് റെസ്റ്റ് എടുക്കാൻ പറയായിരിക്കും, അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് തരുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാബ്ലറ്റ്സ് എടുക്കാൻ പറയായിരിക്കും, അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും അങ്ങനെ പറയാവേണ്ട ആവശ്യമില്ല. സോ ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സിക്കാൻ നോക്കാൻ പാടില്ല. അതേപോലെ നെറ്റിലോ ഗൂഗിളിലോ അടിച്ചിട്ട് വെറുതെ നമ്മൾ അൺനെസസറി സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ വരുന്ന ചേഞ്ച്, ആ സമയത്ത് വരുന്ന ഏതൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്? സോ ഇതൊക്കെ ചേഞ്ചസ് പറയുമ്പം ഡെഫിനറ്റ്ലി നമ്മളെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ, ഒന്നെന്താ, ഛർദി, തലകറക്കം, ക്ഷീണം, അതെല്ലാവർക്കും ഓൾമോസ്റ്റ് 70-80% സ്ത്രീകൾക്കും അതുണ്ടാവും. അതേപോലെ ബ്രസ്റ്റ്, മാറിൻ്റെ അവിടെ കുറച്ചൊരു ടെൻഡർനെസ് കാര്യങ്ങളുണ്ടാവും, വേദനയുണ്ടാവും, ചെറിയ രീതിയിൽ അടിവയറ് വേദന, നടുവേദന, അതൊക്കെയാണ് നോർമലായിട്ട് കാണുന്ന സിംറ്റംസ്. പിന്നെ സൈക്കോളജിക്കൽ മാറ്റങ്ങളും ഉണ്ടാവാം. ആ ഒരു ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആവുന്ന ലേഡീസിൽ ആ ഒരു ആങ്സൈറ്റി, സഡൻ ആയിട്ടില്ലേ ആ ഒരു ചേഞ്ച് കാരണം വരുന്ന ഒരു ആങ്സൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മാം ആ ഫിസിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ നേരത്തെ മാഡം സൂചിപ്പിച്ച ആ ചേഞ്ചസിന്റെ ആങ്സൈറ്റി ആണോ, അല്ല പിന്നീടുള്ള ഡെലിവറി ആങ്സൈറ്റി ഏതാണ്? ശരിക്കും ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ പൊതുവെ സ്ത്രീകൾ പ്രിപ്പയർഡ് ആണ്. അപ്പൊ അങ്ങനത്തെ സ്ത്രീകളിൽ നമ്മൾ കൂടുതലായിട്ട് സൈക്കോളജിക്കൽ ചേഞ്ചസ് കാണാറില്ല. പക്ഷെ അവരെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു എഫക്റ്റ് മാത്രമാണ് കാണാറ്. പക്ഷെ അൺപ്ലാൻഡ് പ്രഗ്നൻസി, പ്ലാൻ ചെയ്യാത്ത പ്രഗ്നൻസി ആണെങ്കിലാണ് സ്ത്രീകൾ കൂടുതൽ കുറച്ചൊരു ഡിപ്രഷൻ, ഒരു ലോ മൂഡ് സ്വിങ്സ്, മൂഡ് ഇറിറ്റബിലിറ്റീസ് ഒക്കെ കാണുന്നത്. അത് കൂടുതൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. പിന്നെ മെല്ലനെ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ എത്തുമ്പോൾ അതിൻ്റെതൊക്കെ ഇന്റൻസിറ്റി നല്ലോണം കുറയാറുണ്ട്. അവര് ആ ഒരു പ്രഗ്നൻസി എന്ന ഒരു ഫേസിനെ അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ആക്സെപ്റ്റൻസ് അവരെ ആ കുറേയൊക്കെ സൈക്കോളജിക്കൽ പ്രോബ്ലംസിനെ കുറക്കും. മാഡം, ഇപ്പം ഈ ജനറേഷൻ നമുക്ക് എടുത്ത് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രഗ്നൻസി ആക്സെപ്റ്റ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ എങ്ങനെയാണ് പ്രഗ്നൻസി ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഈ സംശയം ചോദിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചില ആശങ്കകൾ, സംശയങ്ങളൊക്കെ ഉണ്ട്. ന്യൂ ജനറേഷൻ എടുക്കുകയാണെങ്കിൽ ബേസ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഐ വുഡ് സേ ന്യൂ ജനറേഷൻ ഇപ്പോൾ ബെറ്റർ, കുറച്ചും കൂടി അവയർനെസ് കൂടി. മേ ബി അത് കുറച്ചും കൂടി അവരെല്ലാവരും എംപ്ലോയിഡ്
അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയത് കാരണമാവാം. സോ പലർക്കും ഫാമിലി ഇന്ന ഏജിൽ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ സ്ത്രീകൾ പൊതുവെ. സോ ജനറലി നോബഡി പ്രിഫേഴ്സ് വെരി ഏർലി ഏജ് ചൈൽഡ് ബെയറിങ് ഇപ്പോൾ കാണാറില്ല. ഒരു 18 ഇയേഴ്സ് 19 ഇയേഴ്സ് 20 ഇയേഴ്സിലൊന്നും അങ്ങനെ ഫാമിലി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പലർക്കും ഇല്ല. സോ ഞാനിപ്പം പൊതുവേ ഒരു ആവറേജ് ഏജ് 24 ഓൺവേർഡ്സ് ആണ്. അന്നേരത്തേക്ക് അവർക്ക് അത്യാവശ്യം അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്, അതേപോലെ ഒരു ഫാമിലി സപ്പോർട്ടും പാർട്ട്ണറിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ട്. സോ ദേ ആർ ബെറ്റർ പ്രിപ്പയർഡ്. ഇപ്പോൾ ഞാൻ അതാ ഇപ്പോഴത്തെ ആ ജനറേഷനിൽ ദേ ആർ ബെറ്റർ പ്രിപ്പയർഡ്. ഓക്കെ. സി മാം, ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്തെങ്കിലും അപകടകരമായ സൈൻ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? എന്താ ഡേഞ്ചർ സൈൻ പറയുമ്പോൾ ഇഫ് ഇൻ കേസ് നമ്മളെ സ്കാൻ, ആ ഒരു സ്റ്റാർട്ടിങ് സ്കാൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്ന ആ നിമിഷം ഉടൻ തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് വിതിൻ 1 വീക്ക് ഗർഭസഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണോ എന്ന് കൺഫേം ആക്കണം. സോ പലരും അത് നെഗ്ലക്ട് ചെയ്യും, നമ്മൾ സ്കാൻ ചെയ്യാറില്ല, മെല്ലനെ ചെയ്യാം, 1 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിൽ ചിലപ്പം ഗർഭം ട്യൂബിലോ അല്ലെങ്കിൽ അണ്ടാശയത്തിലോ ആണെങ്കിൽ അത് പ്രോബ്ലം ഉണ്ടാക്കും. അത് ഇൻഫാക്ട് ലൈഫ് ത്രെറ്റനിങ്. ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റുന്ന ഓൺലി 1 വേ ആണ്, ഇമ്മീഡിയറ്റ്ലി ഓൾവേസ് കൺസൾട്ട് യുവർ ഡോക്ടർ ആൻഡ് ഗോ ഫോർ സ്കാൻ. സോ ഫസ്റ്റ് സ്കാൻ ഇസ് കോൾഡ് വയബിലിറ്റി സ്കാൻ. സി മാം, ഞാൻ അത് ചോദിക്കുന്നത്, ഈ സ്കാനിങ്ങിൽ ഡിറ്റക്ട് ചെയ്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ പ്രഗ്നൻസി ട്യൂബിലാണോ അല്ലെങ്കിൽ അണ്ടാശയം അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന? അത് എല്ലാം എത്ര ആഴ്ചയുടെ വളർച്ചയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ്. സോ വളരെ ഏർലി സ്റ്റേജസ് ആണെങ്കിൽ ഒരു 6 വീക്സ് അല്ലെങ്കിൽ 6 വീക്സ് 5 ഡേയ്സ്, പിന്നെ കാർഡിയാക് ആക്ടിവിറ്റി ഒന്ന് സ്റ്റാർട്ട് ആയിട്ടുള്ളെങ്കിൽ നമുക്ക് ഇഞ്ചെക്ഷൻസ് ഒക്കെ ഉണ്ട്, നമുക്കതിനെ ടെർമിനേറ്റ് ചെയ്ത് കളയാൻ. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ വളർന്നു കുഞ്ഞ്, പിന്നെ അവിടെ ആ ട്യൂബിലാണെങ്കിൽ അല്ലെങ്കിൽ അണ്ടാശയത്തിൽ അതിന്റെ ആ സ്പേസ് ഇല്ല, അന്നേരം ചിലപ്പോൾ പൊട്ടും. സോ ഇറ്റ് ഇസ് ലൈഫ് ത്രെറ്റനിങ്. അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്, അതിന് ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഗോ ഫോർ എമർജൻസി സർജറി. പക്ഷെ അത്ര വരെ നമ്മൾ എത്തിക്കാനേ പാടില്ല. അതിന്റെ മുൻപേ തന്നെ നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ വളരെ ഏർലി സ്റ്റേജസിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെതായ മെഡിക്കൽ മാനേജ്മെന്റ് ചെയ്തിട്ട് നമുക്കതിനെ ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് ഒരിക്കലും പ്രഗ്നൻസി സേവ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ബോഡിയിൽ ഗർഭസഞ്ചിന്റെ ഉള്ളിൽ മാത്രമേ ഒരു കുഞ്ഞിന് വളരാൻ പറ്റൂ, വേറെ എവിടെയും വളരാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറഞ്ഞ സ്പേസ് ഇല്ല. സോ ട്യൂബിലായാലും അണ്ടാശയത്തിലായാലും സ്പേസ് ഇല്ല. ബട്ട് വളരെ റെയർ ഒക്കേഷൻസിൽ ചില പ്രഗ്നൻസി ഒരു 6 മന്ത്സ് ഒക്കെ 5 മന്ത്സ് ഒക്കെ പോയ പ്രഗ്നൻസീസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും അത് സേഫ് അല്ല, അത് വളരെ ഡേഞ്ചറസ് ആണ്. സോ പ്രഗ്നൻസി അല്ലെ ഗർഭം ഓൾവേസ് ഗർഭസഞ്ചിന്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവാൻ പാടില്ല. ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മളിപ്പോൾ ടെസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഏതൊക്കെ മെഡിസിനാണ് നൽകേണ്ടത്? മെഡിസിൻസ് പറയുമ്പോൾ പലർക്കും അറിയുന്നുണ്ടാവും, ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ്, അതാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു 3 മാസം മുൻപേ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് കഴിക്കാൻ പറയാറുണ്ട് പേഷ്യൻസിനോട്. സോ മെയിൻ അതിന്റെ കാരണം എന്താ പറഞ്ഞാൽ ഫോളേറ്റ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വളരുന്ന കുട്ടിക്ക് ജനിതകമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളെ സ്പൈനൽ കോഡ് അല്ലെ നമ്മളെ എൻറ്റയർ നെർവസ് സിസ്റ്റം എഫക്ട് ചെയ്യും. അതൊക്കെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഫോളിക് ആസിഡ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടാബ്ലറ്റ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് ആസ് സൂൺ ആസ് പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിയുന്ന ആ നിമിഷം മുതൽ അവസാനം വരെ നമ്മൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് കഴിച്ചിരിക്കണം. നമ്മളിപ്പോൾ മെഡിസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഫുഡ് എടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രേക്ഷകർ കേൾക്കാൻ നേരത്തെ പോലെ അതേപോലെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്. ഏതൊക്കെ ഭക്ഷണം, ഏതൊക്കെ കഴിക്കാം, ഏതൊക്കെ കഴിച്ചുകൂടാ? ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും വിചാരിക്കും ഗർഭിണി ആയാൽ കൂടുതൽ കഴിക്കണം. ഇനിയിപ്പം അമ്മക്ക് വേണ്ടിയില്ല ഭക്ഷണവും കുഞ്ഞിക്ക് വേണ്ടിയില്ല ഭക്ഷണം നമ്മൾ കൂടുതലായിട്ട് കഴിക്കണം. പക്ഷെ അത് കറക്റ്റ് അല്ല. ഓവർ ഈറ്റിംഗ് ഇസ് ഓൾവേസ് ഡേഞ്ചറസ്. നമ്മൾ ഒരിക്കലും അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. നോ, എവറിത്തിങ് ഇസ് സെയിം. പക്ഷെ കഴിക്കുന്ന ഭക്ഷണം ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ് ആയിരിക്കണം. പറഞ്ഞ പ്രഗ്നന്റ് ആവുമ്പോൾ നമ്മളെ കാലറി കണ്ടന്റ് കുറച്ച് കൂട്ടണം. സോ അതിൽ പ്രോട്ടീൻ ഡയറ്റ് കുറച്ച് കൂട്ടുക, ഫൈബർ ഡയറ്റ് കുറച്ച് കൂട്ടുക. സോ അങ്ങനെയാണ് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത്.
ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്താണ് പ്രോട്ടീൻ, പ്രോട്ടീൻസ് എന്താണ്, ഏതാണ് ഫൈബർ. ഫൈബർ. സോ ഫൈബർ ഡയറ്റ് പറയുമ്പോൾ കൂടുതൽ ബീൻസ്, പയറ്, പിന്നെ മുത്താറി, ഇതൊക്കെ ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളാണ്. സോ പൊതുവെ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറ്, പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ ഇലക്കറി, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നല്ലോണം കഴിക്കാൻ തുടങ്ങുക. അതേപോലെ റാഗി, മുത്താറി കഴിക്കാൻ തുടങ്ങുക. ബീൻസ്, പയറ്, പിന്നെ റാഡിഷ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇങ്ങനത്തെ കൂടുതൽ കുറച്ച് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങണം. പക്ഷേ പലരും ആദ്യത്തെ 3 മാസം ഒന്നും കഴിക്കാൻ പറ്റില്ല. ഈ അമിതമായ ഛർദി, തലകറക്കം, ക്ഷീണം, ടേസ്റ്റിലെ വ്യത്യാസങ്ങള്, സ്മെല്ലിലെ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട്. സോ കഴിയുന്നത്ര കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിക്കാം. വെള്ളത്തിന്റെ അളവ് നല്ലോണം കൂട്ടണം. അറ്റ്ലീസ്റ്റ് 2-2.5 ലിറ്റേഴ്സ് വെള്ളം കുടിച്ചിരിക്കണം. വൺ മെയിൻ റീസൺ എന്താ പറഞ്ഞാൽ നമ്മളെ ആ ഒരു മൂത്രസഞ്ചിയും പിന്നെ മൂത്രം ഒഴിക്കുന്ന ആ പാസേജിലൊക്കെ ഈ പ്രഗ്നൻസി ഹോർമോൺസ് കാരണം കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. സോ കൂടെ കൂടെ മൂത്രത്തിൽ പഴുപ്പ് വരാൻ തുടങ്ങും. അത് അവോയ്ഡ് ചെയ്യാനാണ് വെള്ളത്തിന്റെ കണ്ടന്റ് കൂട്ടാൻ പറയുന്നത്. അതേപോലെ നമുക്ക് ഛർദി, പിന്നെ കുറെ വെള്ളം അങ്ങനെ പോകും. സോ അതൊക്കെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. സോ ഫുഡിൽ അതൊക്കെ ഹൈ ഫൈബർ ഡയറ്റ് കഴിക്കാൻ നോക്കുക. വെള്ളത്തിന്റെ അളവ് അറ്റ്ലീസ്റ്റ് 2-2.5 ലിറ്റേഴ്സ് കൂട്ടാൻ നോക്കുക. ഓക്കെ, സി ദാറ്റ് മീൻസ് ഇപ്പം ഒരു 2 ലിറ്റേഴ്സ് കഴിക്കുന്ന നോർമൽ സ്റ്റേജിൽ 2 ലിറ്റേഴ്സ് കഴിക്കുന്നതിന് 4 ലിറ്റേഴ്സ് പ്രഗ്നൻസി സ്റ്റേജിൽ കഴിക്കുന്നു. 4 ലിറ്റേഴ്സ് ആവശ്യമില്ല, അത് ടു മച്ച് ആവും. ഒരു 2.5 ലിറ്റേഴ്സ് to 3 ലിറ്റേഴ്സ് ഇസ് മോഡറേറ്റ്. ശരിക്കും 3 ലിറ്റേഴ്സ് നമ്മൾ പറയുന്നത് നല്ലോണം ഛർദിയിലെ ആൾക്കാർക്ക് 3 ലിറ്റേഴ്സ് വരെ കുടിക്കാൻ പറയും. അല്ലെങ്കിൽ 2-2.5 ലിറ്റേഴ്സ് ഇസ് സഫീഷ്യന്റ്. ഓക്കെ, ഇപ്പം മാഡം പിന്നെ ഡോക്ടർ സൂചിപ്പിച്ചത് അത് ഇന്ന് ഈ ഫുഡൊക്കെ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഫുഡൊക്കെ കഴിക്കാൻ, ന്യൂട്രീഷൻ ഇതൊക്കെ കഴിക്കണം എന്നുണ്ട്. പക്ഷെ കഴിക്കാൻ പാടില്ലാത്ത ഫുഡുണ്ടോ? ഇത് എല്ലാവർക്കും വലിയൊരു സംശയമാണ്. പലരും പറയും പൈനാപ്പിൾ കഴിച്ചുകൂടാ, പപ്പായ കഴിച്ചുകൂടാ, ഗ്രേപ്സ് കഴിച്ചുകൂടാ. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എല്ലാം കഴിക്കാം, പക്ഷെ കഴിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഉണ്ടാവും. ഗ്രേപ്സ് എന്തുകൊണ്ട് കഴിച്ചുകൂടാ പറഞ്ഞാൽ ഗ്രേപ്സിന്റെ ആ തൊലിയിലെ ഒരു എൻസൈം ഉണ്ടാവും. സോ അത് ചിലപ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മളെ ഗർഭസഞ്ചിയിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് അമിതമായി ഗ്രേപ്സ് കഴിച്ചാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഒരു 3-4 ഗ്രേപ്സ് കഴിച്ചാൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇൻഫാക്ട് ഗ്രേപ്സ് ഹൈ വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ സി ഉണ്ട് അതില്. സോ ഇറ്റ്സ് ഗുഡ്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം, കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല. അതേപോലെ പപ്പായയിൽ നമ്മൾ റൈപ്പ്, നല്ലോണം പഴുത്ത പപ്പായ മാത്രമേ കഴിക്കാൻ പാടില്ല. റൈപ്പ് ആയിട്ടുള്ള പപ്പായ അവോയ്ഡ് ചെയ്യാം. അതും റീസൺ എന്താ പറഞ്ഞാൽ നമ്മൾ റൈപ്പ് പഴുക്കാത്ത പപ്പായ കഴിക്കുമ്പോൾ അതിൽ ലാറ്റക്സ് ഇല്ല ഒരു എൻസൈം ഉണ്ടാവും. ഈ ലാറ്റക്സ് നമ്മളെ ഗർഭസഞ്ചിനെ ഇറിറ്റേറ്റ് ചെയ്യും. സോ ചിലപ്പം പ്രീമച്യൂർ ആയിട്ട് യൂട്രൈൻ കോൺട്രാക്ഷൻസ് ഉണ്ടാവും. സോ സംടൈംസ് ചിലപ്പം അത് അബോർഷൻ ഉണ്ടാക്കാം. പക്ഷെ അതിന്റെ അങ്ങനെ പ്രൂവൻ എവിഡൻസ് ഇല്ല. പക്ഷെ എന്നാലും അമിതമായിട്ട് പപ്പായ കഴിക്കാൻ പാടില്ല. പഴുത്ത പപ്പായ കഴിക്കാൻ പറ്റും. അതേപോലെ പൈനാപ്പിളിലും ഒരു എൻസൈം ഉണ്ട്, ബ്രോമിലിൻ എൻസൈം. സോ ഈ എൻസൈം നമ്മളെ ഗർഭാശയ മുഖം അല്ലെങ്കിൽ ഗർഭസഞ്ചിന്റെ വായിന് നല്ലോണം സോഫ്റ്റ് ആക്കും. സോ ദാറ്റ് മൈറ്റ് കോസ് അബോർഷൻസ്. സോ പൈനാപ്പിൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 പീസ് പൈനാപ്പിൾ കഴിക്കാം. പക്ഷെ ഒരു അര കഷ്ണം പൈനാപ്പിൾ അല്ലെങ്കിൽ ഒരു മുഴുവൻ പൈനാപ്പിൾ ഒരിക്കലും നമ്മൾ കഴിക്കാൻ പാടില്ല. സോ അത് ആ ഫുഡ്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. പിന്നെ കോഫി കുടിക്കാൻ പറ്റുമോ പലരും ചോദിക്കും. കുടിക്കാം. ഒരു ഗ്ലാസ് കോഫി കുടിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. 4-5 ഗ്ലാസ് കോഫി കുടിക്കാൻ പാടില്ല. ഏതും ഓവർ അല്ലെങ്കിൽ ടു മച്ച് എക്സസ് ഒന്നും അങ്ങനെ കൺസ്യൂം ചെയ്യാൻ പാടില്ല. ഇപ്പം പറഞ്ഞ വിഷയത്തിൽ വെച്ച് നമുക്ക് പരാമർശിച്ച കാര്യത്തെക്കുറിച്ച് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഗർഭാശയത്തിന്, അതായത് അതിൻ്റെ കോൺട്രാസ്റ്റ് അത് കൂട്ടുന്ന ഒരു ചെറിയ ഈ ഫുഡ് ആയതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊരു തെറ്റിദ്ധാരണ അല്ല അബോർഷനായി പോകുന്ന അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പലരും വിചാരിക്കും അബോർഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഈ റീസൺ വെച്ചിട്ട് അമിതമായിട്ട് കഴിച്ചാൽ മാത്രമേ അത് നമ്മളെ ബോഡീനെ എഫക്ട് ചെയ്യൂ. സോ 1-2 പീസസ് ഒക്കെ കഴിച്ചാൽ ഒരിക്കലും അത് ബോഡീനെ എഫക്ട് ചെയ്യില്ല. ധൈര്യമായിട്ട് കഴിക്കാം. ശരിക്കും പറഞ്ഞാല് നമ്മളെ ഗ്രേപ്സ് ആയാലും പപ്പായ, നല്ലോണം പഴുത്ത പപ്പായ ആയാലും നല്ലോണം വൈറ്റമിൻസ് നല്ലോണം ഇല്ലേ കുറച്ച് ഫ്രൂട്ട്സ് ആണത്. വൈറ്റമിൻ ഹൈ റിച്ച് ഇൻ വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ സി. അത് നമ്മുടെ പ്രഗ്നൻസിക്ക് വളരെ ആവശ്യമാണ്. അത് കഴിക്കാം നമുക്ക്. പക്ഷെ ഒരിക്കലും എക്സസ് ആയിട്ട് കഴിക്കാൻ പാടില്ല, കൂടുതൽ കഴിക്കാൻ പാടില്ല. ഡോക്ടർ, നമ്മൾ സാധാരണ ഗർഭിണിയോട് വ്യായാമം ചെയ്യാൻ പറയും, ബെഡ് റെസ്റ്റ് എടുക്കാനും പറയും. ഏത് രീതിയിൽ നമുക്കിത് ചർച്ച ചെയ്യാം? നമ്മളെ ഇവിടെ ഇല്ലേ പൊതുവെ ആൾക്കാരെ ഒരു ധാരണ എന്താ പറഞ്ഞ
ഗർഭിണിയായാൽ ഇനിയിപ്പോ ഫുൾ ബെഡ് റെസ്റ്റ്, ഇനി എണീക്കുകയും വേണ്ട, കിടക്കയിൽ കിടന്നാൽ മതിയാണ് ആദ്യത്തെ 3 മാസം സ്പെഷ്യലി. പക്ഷെ അതൊരു നല്ലൊരു പ്രാക്ടീസ് അല്ല. ഗർഭിണി ആവുക അല്ലെങ്കിൽ പ്രഗ്നൻസി പറഞ്ഞ ഒരു രോഗമല്ല അതൊരു നോർമൽ നാച്ചുറൽ ആയിട്ട് നമ്മളെ ബോഡിയിലുള്ള ഒരു ഫിസിയോളജിക്കൽ ഒരു പ്രോസസ്സാണ്. സോ നമുക്ക് നമ്മളെ റൊട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. നമ്മളൊരു സ്പോർട്സ് പേഴ്സൺ അല്ലെ, ഒരു അത്ലറ്റ് ആണ്, എല്ലാ ദിവസവും നമ്മൾ ഓടാറുണ്ട്, എക്സസൈസ് ചെയ്യാറുണ്ട്. പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അൺലെസ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ഓൾ ആക്ടിവിറ്റീസ്. പക്ഷേ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ്, ഭാരം പൊന്തിക്കല് അല്ലെങ്കിൽ ഹെവി വെയിറ്റ് ട്രെയിനിങ് മാതിരിയുള്ള എക്സസൈസസ് ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് നോർമൽ എക്സസൈസ് എക്സെപ്റ്റ് വെയിറ്റ് ലിഫ്റ്റിംഗും ചെയ്യാം. ഓൾറെഡി വെയിറ്റ് ട്രെയിനേഴ്സ് ഒക്കെ ആണെങ്കിൽ അണ്ടർ ഡോക്ടേഴ്സ് ഗൈഡൻസ് നമുക്ക് അതൊക്കെ കണ്ടിന്യൂ ചെയ്യാം. അതർവൈസ് നോർമൽ സാധാരണ ജനങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസസും അവരുടെ റൊട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം നോർമൽ കേസിൽ. കാരണം പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഈ പീരീഡിൽ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ബെഡ് റെസ്റ്റിനാണ്. അതെ, ശരിക്കും ബെഡ് റെസ്റ്റ് ഇറ്റ്സ് നോട്ട് ഗുഡ്. നമ്മൾ വെറുതെ അങ്ങനെ കിടന്ന് ഒരു പണിയും ചെയ്യാണ്ടിരുന്നാല് അനാവശ്യ ചിന്തകൾ വരും. അത് അൺവാണ്ടഡ് സ്ട്രെസ് ആൻഡ് ടെൻഷനാണ്. സോ എന്നോട് ചോദിച്ചാൽ റൊട്ടീനായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാം. നമ്മളെ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ റൊട്ടീനായിട്ട് നമ്മളെ ജോലി കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് വളരെ കൂടുതൽ ഛർദി, തലയിറക്കം, അല്ലെങ്കിൽ അമിതമായിട്ട് അടിവയറ് വേദന, ബ്ലീഡിങ്, സ്പോട്ടിങ് അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ടേക്ക് റെസ്റ്റ്. അല്ലെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ എവ്രിതിങ്, എല്ലാം കണ്ടിന്യൂ ചെയ്യാം. ഒന്നും അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മളിപ്പം ഫസ്റ്റ് ട്രൈമസ്റ്ററെ കുറിച്ചാണ് പറഞ്ഞത്. സെക്കൻഡ് ട്രൈമസ്റ്റർ സെക്കൻഡ് ട്രൈമസ്റ്റർ പറഞ്ഞാൽ നമ്മളെ 13 ആഴ്ച മുതൽ 28 ആഴ്ച അല്ലെങ്കിൽ 27 ആഴ്ച ആ ഒരു പീരീഡിനെയാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. ഇത് ശരിക്കും ഏറ്റവും ഹാപ്പി ഫേസ് ആണ്. നമ്മളെല്ലാ പ്രോബ്ലംസും ഓൾമോസ്റ്റ് കുറയുന്നേ, സോൾവ് ആവൂല, പക്ഷെ റെഡ്യൂസ് ആവുന്ന ഒരു ഫേസ് ആണ്. ഛർദി ആയാലും തലകറക്കായാലും ആ സ്മെല്ലിലും ടേസ്റ്റിലും വ്യത്യാസങ്ങളായാലും അതൊക്കെ ഓൾമോസ്റ്റ് കുറഞ്ഞ് നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്ന ഒരു ഫേസ് ആണിത്. ഓൾമോസ്റ്റ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എല്ലാവരും ഹാപ്പിയാണ്. അധികം പ്രോബ്ലംസ് ഒന്നും നമ്മൾ കേൾക്കാറില്ല. പക്ഷെ എന്നാലും കംപ്ലീറ്റ്ലി നോർമൽ സ്റ്റേറ്റിലേക്ക് ഒരിക്കലും വരില്ല. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളെല്ലാം മെല്ലെ മെല്ലെ കഴിക്കാൻ പറ്റാറുണ്ട്. അതേപോലെ ചെറിയ ഛർദി, തലകറക്കത്തിലെല്ലാം കുറേയൊക്കെ വ്യത്യാസം വരാറുണ്ട്. പിന്നെ നമ്മൾ നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ചസ് പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ, മെല്ലെ വെയിറ്റ് കൂടാൻ തുടങ്ങും നമ്മളെ ശരീരത്തിൽ. സോ വയറിന്റെ സൈസ് വെയിറ്റിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. സ്ലോലി വെയിറ്റ് കൂടാൻ തുടങ്ങും. പിന്നെ വയറിന്റെ സൈസ് കൂടാൻ തുടങ്ങും. സോ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാറ്റം പറഞ്ഞാല് കുട്ടീന്റെ അനക്കങ്ങള്, മൂവ്മെന്റ് മനസ്സിലാവാൻ തുടങ്ങും. സോ പൊതുവേ നമുക്കൊരു 4 മാസം 5 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസമൊക്കെ ആവും കുട്ടീന്റെ അനക്കങ്ങൾ മനസ്സിലാക്കാൻ. മെല്ലിനെ കുട്ടീൻ്റെ അനക്കങ്ങൾ മനസ്സിലാവാൻ തുടങ്ങും. ഇതൊക്കെയാണ് നമ്മൾ നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ചസ്. പിന്നെ കൂടെ മൂത്രമൊഴിക്കാൻ തോന്നും, മെല്ലിന് അടിവയറ് വേദന, നമ്മളെ മസിൽ പെയിൻസ് വരാൻ തുടങ്ങും. ബിക്കോസ് നമ്മളെ വയറിന്റെ സൈസ് കൂടുന്തോറും അവിടെയിലെ വയറ്റിലെ ആ മസിൽസും കാര്യങ്ങളൊക്കെ സ്ട്രെച്ച് ആവാൻ തുടങ്ങും. സോ ചെറിയ രീതിയിൽ നമുക്ക് അവിടെയൊക്കെ വേദന വരാൻ തുടങ്ങും. പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന പ്രോബ്ലംസ്. സോ ചെറിയൊരു ഇൻഡൈജഷൻ പ്രോബ്ലംസ് അത് ഓൾവേസ് ഉണ്ടാവും. പ്രഗ്നൻസി കഴിയുന്നത്ര വരെ, ഡെലിവറി ആയാലും ഈ ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒക്കെ എപ്പോഴും ഉണ്ടാവും. സോ അതൊക്കെ ആ പ്രഗ്നൻസി ഹോർമോൺസ് ഉണ്ടാക്കുന്ന കുറച്ച് മാറ്റങ്ങളാണ്. ഇല്ല, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഡേഞ്ചർ സൈൻസ് പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ പോലെ തന്നെ ബ്ലീഡിങ്, നല്ലോണം രക്തം കാണുന്നുണ്ടെങ്കിൽ, അതേപോലെ സഹിക്കാൻ പറ്റാത്ത വേദന, ആൻഡ് വേദന കൂടി പോണം. പിന്നെ ചില ആൾക്കാർക്ക് വെള്ളം പോലെ ലീക്ക് ആവാൻ തുടങ്ങും വജൈനയിൽ നിന്ന്. സോ ഓൾ ദോസ് ആർ ഡേഞ്ചർ സൈൻസ്. പിന്നെ കുട്ടീൻ്റെ അനക്കങ്ങൾ നമുക്ക് ഫസ്റ്റ് ഫീൽ ആയി, പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒട്ടും കുട്ടീൻ്റെ അനക്കങ്ങൾ മനസ്സിലാവുന്നില്ല. അതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യണം. ഉടൻ തന്നെ ഡോക്ടറിന്റെ ഹെൽപ്പ് എടുക്കണം ആ സിറ്റുവേഷൻസിൽ. ഇതിൽ സെക്കൻഡ് ഈ സ്റ്റേജിൽ നമ്മൾ ഏതൊക്കെ ടെസ്റ്റിന് വിധേയമാകേണ്ടി വരും സാധാരണ ഒരു ലേഡി? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആക്ച്വലി ഞാൻ ടെസ്റ്റ് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റ്, ഇമ്പോർട്ടൻറ്റ് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്.
അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് രക്തത്തിന്റെ അളവ്. സോ ഹീമോഗ്ലോബിൻ ലെവൽസ് നോക്കണം. യൂറിനില് കൂടെ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് കാരണം മൂത്രം ടെസ്റ്റ് ആക്കണം എപ്പോഴും. അതേപോലെ തൈറോയിഡ് ഹോർമോൺസ്, പലർക്കും ഗർഭിണിയായി കഴിഞ്ഞിട്ടാണ് തൈറോയിഡിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് വരുന്നത്. സോ തൈറോയിഡ് ഹോർമോൺ എപ്പോഴും നമ്മൾ ടെസ്റ്റ് ആക്കണം. തൈറോയിഡിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻസ് എടുക്കാൻ തുടങ്ങണം. ഇഫ് ഇൻ കേസ് നമ്മൾ മെഡിസിൻ എടുത്തിട്ടില്ല വിചാരിച്ചോളൂ, ഇറ്റ് മൈറ്റ് ലീഡ് ടു മിസ്കാരേജ് അല്ലെങ്കിൽ അബോർഷൻ വരെ ഉണ്ടാക്കാം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ടെസ്റ്റും കാര്യങ്ങളും അത് എല്ലാ ഡോക്ടേഴ്സും ഗർഭിണിയായ ഉടനെ ചെയ്യാൻ പറയുന്ന ടെസ്റ്റുകളാണ്. പിന്നെ സ്കാൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 3-ാം മാസം നമ്മൾ ചെയ്യുന്ന ഒരു സ്കാൻ ഉണ്ട്. അതിനെയാണ് ഡേറ്റിംഗ് സ്കാൻ അല്ലെങ്കിൽ NT സ്കാൻ എന്ന് പറയുന്നത്. സോ ഈ സ്കാനിൽ നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും ജനിതകമായിട്ട് പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ, ഡെവലപ്മെന്റൽ ഡിഫക്ട്സ് ഉണ്ടോ, തലച്ചോറിന്റെ വളർച്ചയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സ്പൈനൽ കോഡ് ഡിഫക്ട്സ് ഉണ്ടോ. സോ ഗ്രോസ് ആയിട്ട് നമുക്ക് ഏറ്റവും ഏർലി സ്റ്റേജസിൽ നമുക്ക് പ്രോബ്ലം അല്ലെ അബ്നോർമൽ കുഞ്ഞിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാനാണ് ഈ NT സ്കാൻ. സോ എല്ലാവരും ഈ സ്കാൻ ചെയ്യണം. 3-ാം മാസത്തെ സ്കാൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്കാൻ. അതേപോലെ നമുക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അല്ലെങ്കിൽ നമ്മളെ ഡേറ്റ് ഓഫ് ഡെലിവറി ഷുവർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്കാനാണ് ഈ NT സ്കാൻ. സോ ഈ ടെസ്റ്റാണ് നമ്മളെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ്. പിന്നെ വേറെ ഒരു ടെസ്റ്റും കൂടിയുണ്ട്, സ്ക്രീനിങ് മാർക്കേഴ്സ് എന്ന് പറയും, ഡബിൾ മാർക്കർ ടെസ്റ്റ്. അതും 3-ാം മാസം നമ്മൾ സ്കാനിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. ഈ ബ്ലഡ് ടെസ്റ്റിലേക്കൂടി നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും ജനിതകമായിട്ട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ട്രൈസോമി 18, ട്രൈസോമി 13, നമ്മളെ ക്രോമോസോംസിൽ വരുന്ന കുറച്ച് ഡിഫക്ട്സ്. സോ അതൊക്കെ നമുക്ക് ഈ ഡബിൾ മാർക്കർ ടെസ്റ്റിലേക്കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഏതൊക്കെ മെഡിസിനാണ് നൽകുന്നത്? സോ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ഫോളിക് ആസിഡ് ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വരുമ്പോൾ എന്താ, കുട്ടി വളരാൻ തുടങ്ങും. സോ കുട്ടിക്ക് കൂടുതൽ ഇനി ബ്ലഡിന്റെ യൂട്ടിലൈസേഷൻ ഒക്കെ ഉണ്ടാവും. സോ നമ്മൾ അയോൺ ആൻഡ് കാൽഷ്യം ടാബ്ലറ്റ്സ് ആണ് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത്. സോ എല്ലാ സ്ത്രീകളും ഒരു 3-ാം മാസം കഴിഞ്ഞാൽ കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കാൻ തുടങ്ങണം. അതേപോലെ അയൺ ടാബ്ലറ്റ്സ് ഒരു 4-ാം മാസം കഴിഞ്ഞാൽ ഓർ 16 വീക്സ് 16 ആഴ്ച കഴിഞ്ഞാൽ എല്ലാ ദിവസവും അയൺ ടാബ്ലറ്റ്സ് കഴിക്കണം. ഇത് 1-2 മാസം കഴിച്ചാൽ പോരാ, ടിൽ പ്രഗ്നൻസി ആൻഡ് ഇൻഫാക്ട് പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു 3 മാസം നമ്മൾ ഈ അയൺ കാൽഷ്യം ടാബ്ലറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. വീണ്ടും നമുക്ക് ഫുഡ്, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ ഫുഡ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഫുഡൊക്കെ ഇവിടെയും കഴിക്കാം. നേരത്തെ എല്ലാ ഫുഡും നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ പറഞ്ഞ എല്ലാ ഭക്ഷണവും നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കഴിക്കാം. പക്ഷേ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ് പറഞ്ഞാൽ വയറ്റിന്ന് ശരിക്ക് നമുക്ക് മോഷൻസ് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പലരും 80 to 90% ആൾക്കാരിൽ കാണുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് ഇത്. അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ നോർമൽ ലാംഗ്വേജിൽ പറഞ്ഞ പൈൽസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. സോ ശരിക്കും അത് ഫിഷേഴ്സ് ആണ്. ടൈറ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് അവിടെ കട്ടാവാൻ തുടങ്ങും. അങ്ങനെ ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും. സോ ഇതൊക്കെ നമുക്ക് ഇല്ലാണ്ട് അല്ലെ വരാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എങ്ങനെ? ഹൈ ഫൈബർ ഡയറ്റ് കഴിക്കുമ്പോൾ. ഹൈ ഫൈബർ ഡയറ്റ് പറഞ്ഞാൽ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ബീൻസ്, പയറ്, ക്യാരറ്റ്, റാഡിഷ് അങ്ങനത്തെ കഴിക്കാം. അതേപോലെ മുത്താറി, റാഗി, ഞാൻ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ് റാഗി. മുത്താറി അത് നമുക്ക് കാച്ചിയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ ഉണ്ടയായിട്ട് ദോശയിൽ മിക്സ് ചെയ്യാം. സോ മുത്താറി ഈസ് വെരി ഹൈ ഇൻ അയൺ കണ്ടന്റ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ഇൻഫാക്ട് ഇറ്റ് ഇസ് ഹൈ ഇൻ ഫൈബർ. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ നോക്കണം. അതേപോലെ വെള്ളത്തിന്റെ അളവ് നല്ലോണം കൂട്ടണം. 2.5 to 3 liters ഇഫ് പോസിബിൾ നമ്മൾ വെള്ളം കുടിക്കണം. എന്നാൽ പിന്നെ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ മാതിരിയുള്ള പ്രോബ്ലംസ് കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. എക്സസൈസ് മെല്ലനെ നമ്മൾ ഇനി സ്ട്രെച്ചിങ് എക്സസൈസസ് കുറച്ചും കൂടി നമ്മൾ ആദ്യത്തെ 3 മാസം നമ്മൾ ലൈറ്റ് എക്സസൈസസ് ആണ് പ്രിഫർ ചെയ്യാറ്. പിന്നീട് വരുന്ന ഒരു 3 മാസം ഞാൻ കൂടുതൽ പേഷ്യൻസിനോട് സ്ട്രെസ് ചെയ്യാറ് വാക്കിംഗ്. ഒരു ½ an hour വാക്കിംഗ് ഇസ് ഓൾവേസ് ഗുഡ്. സോ വാക്കിങ്ങിൽ നമുക്ക് എന്താ പറഞ്ഞ ബെനിഫിറ്റ്സ് എന്താ പറഞ്ഞാൽ ഇൻ ജനറൽ ബോഡിക്ക് ഒരു എനർജി അല്ലെങ്കിൽ വി ഫീൽ ഫ്രഷ്. അതൊന്ന്. പിന്നെ ഒരു ആക്ടിവിറ്റി വേണം ശരീരത്തിന്. അതേപോലെ സ്ട്രെച്ചിങ് എക്സസൈസസ്, നമ്മളെ വയറിന്റെ സൈസ് ഒക്കെ കൂടുന്നത് കൊണ്ട് മസിൽസ് ഒക്കെ സ്ട്രെച്ച് ആവാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ചെറുങ്ങനെ മസ്കുലർ പെയിൻസ്, മസിൽ സ്പാസംസ് ഒക്കെ വരാൻ തുടങ്ങും. സോ നമുക്ക് ഈ സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്താൽ കുറേയൊക്കെ അത് ഒഴിവാക്കാൻ പറ്റും.
ഓക്കെ. സി മാം, ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിരുന്നു. സി നമുക്ക് തേർഡ് ട്രൈമസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ വാട്ട് ഈസ് തേർഡ് ട്രൈമസ്റ്റർ? പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഒരു സ്കാനിനെ കുറിച്ച് പറയണം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ 3-ാം മാസത്തെ സ്കാൻ എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ 5-ാം മാസത്തെ സ്കാൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എനോമലി സ്കാൻ. ഒരിക്കലും ഏതൊരു സ്ത്രീയും നമ്മളെ ആ പ്രഗ്നൻസി പീരീഡിൽ ഈ 3-ാം മാസം സ്കാൻ, 5-ാം മാസത്തെ വരുന്ന സ്കാൻ, 8-ാം മാസത്തെ വരുന്ന സ്കാൻ, ഇത് മൂന്നും ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. എന്തുകൊണ്ടാ പറഞ്ഞാൽ 5-ാം മാസത്തെ സ്കാനാണ് കുട്ടീൻ്റെ ഓരോ അവയവം നമ്മൾ ക്ലോസ് ആയിട്ട് സ്കാൻ ചെയ്ത് ഒബ്സർവ് ചെയ്ത് നോക്കി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും ഡിഫോമിറ്റി ഉണ്ടോ നോക്കുന്ന ഒരു സ്കാനാണ്. സോ മാക്സിമം നമുക്കൊരു 80-85% പ്രോബ്ലംസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന സ്കാനാണ്. സോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ എപ്പോഴും നമ്മൾ ആ 5th മന്ത് സ്കാൻ മിസ്സാക്കാൻ പാടില്ല. പിന്നെ ഒരു ഇഞ്ചെക്ഷൻസിനെ കുറിച്ചും ഞാൻ പറയാൻ വിട്ടുപോയി. TT ഇഞ്ചെക്ഷൻസ് നമ്മൾ പ്രഗ്നന്റ് ആയ ഉടനെ 3-ാം മാസം നമുക്ക് ഒരു ഇഞ്ചെക്ഷൻ എടുക്കണം. TT ഇഞ്ചെക്ഷൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ എൻറ്റയർ ആ പ്രഗ്നൻസി അല്ലെ 9 മന്ത്സിൽ നമ്മൾ ഒരു 2 ഇഞ്ചെക്ഷൻസ് എങ്കിലും എടുക്കണം. സോ TT ഇഞ്ചെക്ഷൻസ്. ഇനിയിപ്പം 3-ാം മാസം തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ 28 വീക്സ് ഓൺവേർഡ്സ് ഇതിൻ്റെ ഒരു പീരിയഡ്. സോ ഇത് ആദ്യം ഒരു പാനിക് പീരീഡ് ആണ്. ഡെലിവറി അടുത്തെത്തി, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി ഇപ്പം കുഞ്ഞ് എങ്ങനെ ഉണ്ടാവും, പ്രസവം നോർമൽ ആവുമോ, സിസേറിയൻ ആയിരിക്കും, അങ്ങനെ പല കുറെ ഡൗട്ട്സ് ഉണ്ടാവും, ആൻസൈറ്റി പ്രോബ്ലംസ് ഉണ്ടാവും. ആക്ച്വലി അറിയാവേണ്ട ആവശ്യമില്ല, ഇത്ര വരെ നമ്മൾ എത്തി, ഇനി ഒരു 3 മാസം കൂടെ അങ്ങനെ ആവണം നമ്മളെ ആറ്റിറ്റ്യൂഡ്. ഈ ആങ്സൈറ്റിക്ക് അപ്പുറത്ത് നേരത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കാണുന്നത് പോലെ ഇനി അതർ ഡിഫിക്കൽട്ടീസ്? ഡിഫിക്കൽട്ടീസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മളെ വയറിന്റെ സൈസ് കൂടാൻ തുടങ്ങും, ഫിസിക്കൽ ചേഞ്ചസ് കുറച്ചും കൂടി പ്രോമിനന്റ് ആവും, നമ്മളെ വെയിറ്റ് കൂടും. നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ പ്രഗ്നൻസിന്റെ മുൻപേ തന്നെ കാട്ടിയും ഒരു തേർഡ് ട്രൈമസ്റ്ററിൽ എത്തുമ്പോൾ ഓൾമോസ്റ്റ് 7 to 8 kgs ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അതേപോലെ വയറിന്റെ സൈസ് നല്ലോണം കൂടാൻ തുടങ്ങും. പിന്നെ നമ്മളെ തൊലിയുടെ നിറത്തിൽ വ്യത്യാസങ്ങൾ വരും, സ്ട്രെച്ച് മാർക്സ് വരാൻ തുടങ്ങും. സോ ആ സ്ട്രെച്ച് മാർക്സ് വരുന്നത് കാരണം അവിടെയൊക്കെ ഒരു ഇച്ചിങ്, സ്കിന്നിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. നമ്മളെ ബ്രസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും, ബ്രസ്റ്റിന്റെ സൈസ് ഷേപ്പിലൊക്കെ വ്യത്യാസങ്ങൾ വരും. പിന്നെ പാല്, ചില ആൾക്കാർക്ക് സെക്രീഷൻസ്, ബ്രസ്റ്റിൽ നിന്ന് സെക്രീഷൻസ് വരാൻ തുടങ്ങും. സോ ഇതൊക്കെയാണ് ഫിസിക്കലായിട്ട് വരുന്ന മാറ്റങ്ങൾ. പിന്നെ വേറെ മാറ്റങ്ങൾ പറയും, സഡൻ ആയിട്ട് ചില ആൾക്കാർക്ക് ബ്ലഡിൽ ഷുഗർ വരാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ ഹൈപ്പർ ടെൻഷൻ അല്ലെ BP കൂടാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു സമയത്ത് നമ്മൾ അതൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. തേർഡ് ട്രൈമസ്റ്ററിൽ വരുന്ന അപകടകരമായ സൈൻ എന്ന് പറയുന്ന ഈ BP ഇൻക്രീസ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? യെസ്, അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. BP സഡൻ ആയിട്ട് ഷൂട്ടപ്പ് ആവുന്നുണ്ടെങ്കിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 1 വേ എന്താ പറഞ്ഞാൽ നമ്മളെ വെയിറ്റ് സഡൻ ആയിട്ട് ഇൻക്രീസ് ആവും. സോ ജനറലി നമുക്ക് ആ സമയത്ത് ആ പ്രഗ്നന്റ് ആ ലേഡിക്ക് വരുന്ന ഏത് തരത്തിലുള്ള പിന്നെ ഡിഫിക്കൽട്ടീസ് പറയുമ്പോൾ സഡൻ ആയിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ നമ്മൾ ഒരാഴ്ചയിൽ തന്നെ ഒരു 2 kg കൂടുതലായിട്ട് വെയിറ്റ് കൂടാൻ തുടങ്ങും. പിന്നെ തലവേദന, ഒരു കാഴ്ചയിലെ പ്രശ്നങ്ങൾ, മങ്ങിച്ച ഒരു ബ്ലറിങ് ഇല്ല പ്രശ്നങ്ങൾ, ചിലപ്പം ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ തന്നെ ക്ഷീണം, ശ്വാസം മുട്ടല്, കഥപ്പ്, ഇതൊക്കെയാണ് ഏർലി വാർണിംഗ് സൈൻസ്. സോ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് തലവേദന ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ഡെഫിനറ്റ്ലി നമ്മളൊന്ന് BP ചെക്ക് ചെയ്യണം. നോർമലായിട്ട് തലവേദന ഉണ്ടാവാം, ബിക്കോസ് നമുക്ക് ഉറക്കം ശരിയുണ്ടാവില്ല, അതുകൊണ്ട് ചെറിയ രീതിയിൽ ചിലപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവാം. ബട്ട് കണ്ടിന്യൂസ് ഹെഡേക്ക് ഒരു 3-4 days ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഹെഡേക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ BP ഒന്ന് ചെക്ക് ചെയ്യണം. ഈ പിന്നെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? സോ ടെസ്റ്റുകൾ പറയുമ്പോൾ ആദ്യം നമ്മൾ ഒരു 8th month എത്തുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്കാൻ ഉണ്ട്, ഗ്രോത്ത് സ്കാൻ എന്ന് പറയും ആ സ്കാൻ. സോ ഈ സ്കാനിൽ നമുക്ക് കുട്ടീൻ്റെ വളർച്ച എങ്ങനെയുണ്ട്, കുട്ടിക്ക് എന്തെങ്കിലും വളർച്ച കുറവുണ്ടോ, ഉള്ളിൽ വെള്ളത്തിൻ്റെ അളവിൽ എന്തെങ്കിലും കുറവുണ്ടോ, പിന്നെ ബ്ലഡ് ഫ്ലോ, പ്ലസന്റൽ സഫീഷ്യൻസി, അതൊക്കെ നമ്മൾ നോക്കും. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആ 8th month സ്കാൻ ഓർ ഗ്രോത്ത് സ്കാൻ. അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ട് നിൽക്കും. പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ വരുന്നത് നമ്മളെ രക്തത്തിന്റെ അളവ്. ആദ്യം ഹീമോഗ്ലോബിൻ ഒന്ന് നോക്കും, ബിക്കോസ് രക്തത്തിന്റെ അളവ് ചിലപ്പം ചില സ്ത്രീകൾക്ക് നല്ലോണം കുറയും ഈ 8ാം മാസം ആവുമ്പോൾ. സോ അതൊന്ന് ഡിറ്റക്ട് ചെയ്യണം. അതേപോലെ ഷുഗർ ലെവൽസ്,
സോ ലേറ്റ് ഓൺസെറ്റ് ഡയബറ്റീസ് മെല്ലിറ്റസ് എന്ന് പറയും. സോ ആ 8-ാം മാസം കഴിഞ്ഞ പല സ്ത്രീകൾക്കും നമ്മളെ ആ ഫിസിയോളജിക്കൽ മാറ്റങ്ങൾ കാരണം സഡൻലി ഷുഗർ ലെവൽസ് ഷൂട്ടപ്പ് ആവും. സോ ആ ഒരു ഇത് ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മൾ 8-ാം മാസം ഷുഗർ ലെവൽസ് ആദ്യം നോക്കാൻ പറയും. അതേപോലെ മൂത്രത്തിൽ എന്തെങ്കിലും പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പറയും. ബിക്കോസ് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രീ ടേം ഡെലിവറി അല്ലെങ്കിൽ ഡേറ്റ് ആവുന്നതിൻ്റെ മുൻപേ തന്നെ പ്രസവ ചാൻസസ് കൂട്ടും. സോ ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് നമ്മൾ നോക്കുന്ന കുറച്ച് ടെസ്റ്റ്. തേർഡ് ട്രൈമസ്റ്ററിൽ ഫുഡ് ഏത് നേരത്തെ സൂചിപ്പിച്ച അതേ ഫുഡ് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതൊരു സ്റ്റേജ് മാറിയത് കൊണ്ട് അത് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ? എല്ലാ ഫുഡും കഴിക്കാം. ഈ 3rd ട്രൈമസ്റ്ററിൽ നമുക്ക് അങ്ങനെ ഫുഡ് സ്പെസിഫിക് ആയിട്ട് അവോയ്ഡ് ചെയ്യണം അങ്ങനത്തെ ഫുഡ്സ് ഒന്നുമില്ല. പക്ഷെ ഐ വുഡ് സേ ഹോട്ടൽ ഭക്ഷണം അല്ലെ പുറത്തെ ഭക്ഷണം കഴിയുന്നത്ര ഒഴിവാക്കുക. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റമക്കിൽ അപ്സെറ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ പ്രഗ്നൻസിനെ ഇനി ബാധിക്കും. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നിർത്താത്ത ഛർദി അല്ലെങ്കിൽ ലൂസ് മോഷൻസ് അങ്ങനെയൊക്കെ വന്നാൽ നമ്മളെ ഉള്ളിൽ കുഞ്ഞിക്ക് വേണ്ട ആ ഒരു ആംനിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ലൈക്കർ അതിൻ്റെ അളവ് ചിലപ്പം കുറയും. അതുകൊണ്ട് കഴിയുന്നത്ര ഔട്ട്സൈഡ് ഫുഡ് ഒഴിവാക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കാം. പിന്നെ വറുത്തത് പൊരിച്ചത് മാതിരിയിലെ കുറച്ച് ഫ്രൈ ഐറ്റംസ് ഒക്കെ കുറച്ചൊന്ന് ഒഴിവാക്കണം. വ്യായാമം ആസ് യൂഷ്വൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്ന അതേ എക്സസൈസസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഒരിക്കലും ഒരു പുതിയ എക്സസൈസ് നമ്മൾ ഈ 3rd ട്രൈമസ്റ്ററിൽ തുടങ്ങാൻ പാടില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ്. പലരും പ്രസവം അടുക്കാനാവുമ്പോൾ കുറേ കാര്യങ്ങൾ ന്യൂ ആയിട്ട് ചെയ്യാൻ തുടങ്ങും. അത് ചെയ്യാൻ പാടില്ല. അഗ്രസീവ് ആവും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ആദ്യത്തെ ട്രൈമസ്റ്ററിലും 2ാമത്തെ ട്രൈമസ്റ്ററിലും എന്തൊക്കെയാണ് എക്സസൈസസ് ചെയ്തത് അതിനെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അതിന്റെ നമ്പർ കുറച്ച് വേണമെങ്കിൽ കൂട്ടാം. നമ്മളൊരു 3-4 പ്രാവശ്യം നമ്മൾ ചെറിയ രീതിയിൽ എക്സസൈസ് സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 6-7 പ്രാവശ്യം ആക്കി മാറ്റാം. അങ്ങനെ സെയിം എക്സസൈസസ് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ചിലപ്പം അണ്ടർ ദ ഡോക്ടേഴ്സ് അഡ്വൈസ് കുറച്ച് നമ്മളെ പെൽവിക് മസിൽസ് ഒക്കെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില എക്സസൈസസ് പറയും. സ്ക്വാട്ടിങ് എക്സസൈസസ്, ഒരു സെമി സ്ക്വാട്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുത്തിരിക്കുക, പക്ഷെ ഫുള്ളായിട്ടല്ല, ഒരു സെമി ആയിട്ട്. സോ അതൊക്കെ നമ്മളെ പെൽവിക് മസിൽസിനെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസസ് ആണ്. ബട്ട് ഇറ്റ് ഷുഡ് ബി ഡൺ ഫസ്റ്റ് അണ്ടർ ഡോക്ടേഴ്സ് ഗൈഡൻസ്. സോ ഫസ്റ്റ് ഡോക്ടർ അത് പറയും എങ്ങനെയാണ് അതിന്റെ റൈറ്റ് ടെക്നിക്ക്, എന്നിട്ട് അത് ഫോളോ ചെയ്യാൻ. അത് ചെയ്താൽ കുറേയൊക്കെ നമ്മൾ ആ പെൽവിക് മസിൽസ് കുറച്ചും കൂടി സ്ട്രെങ്തനും ആവും. അതേപോലെ നമുക്ക് ആ ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ട ആ ഒരു പുഷിങ് എഫേർട്ടും ബെയറിങ് എഫേർട്ടും ഒക്കെ കുറച്ചും കൂടി നമുക്ക് ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. നേരത്തെ നമ്മൾ ഈ എക്സസൈസിനെ കുറിച്ച് പറയുമ്പോൾ ജിമ്മിൽ പോകുന്നവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യോഗ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഈ പീരീഡിൽ അങ്ങനെ യോഗ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനുമായി ഡിഫിക്കൽട്ടി? അതെല്ലാം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എക്സ്ട്രീം എക്സസൈസസ് പറഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ സർട്ടൻ എക്സസൈസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം വേദന അല്ലെങ്കിൽ അടിവയറ് വേദന അല്ലെങ്കിൽ യൂട്രസിൽ കോൺട്രാക്ഷൻസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തോളൂ. അല്ലെങ്കിൽ എക്സസൈസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ വെള്ളം പോലെ എന്തെങ്കിലും ഡിസ്ചാർജ് ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ then you should avoid that exercise and consult a doctor. ഈ പ്രഗ്നൻസി പീരീഡ് നമ്മൾ നേരത്തെ പിന്നെ ഫിസിക്കൽ ചേഞ്ചസിനെ കുറിച്ച് വളരെ വാസ്റ്റായിട്ട് മാഡം ഡിസ്കസ് ചെയ്തു. സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെ ആ മൂഡിൽ നേരത്തെ ഡോക്ടർ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതിൽ ഏതൊക്കെ രീതിയിലുള്ള സൈക്കോളജിക്കൽ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് പ്രഗ്നൻസിയിൽ? പ്രഗ്നൻസിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നോ അങ്ങനെ നമ്മളെ മൈൻഡും ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കും. സോ ദർ ആർ ലോട്ട്സ് ഓഫ് സൈക്കോളജിക്കൽ ചേഞ്ചസ്. അതിൽ ഏറ്റവും സിവിയർ ആയിട്ട് നമ്മൾ കാണുന്ന ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെയാണ്. ഒന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയി ആ ഒരു ആങ്സൈറ്റി, ഹാപ്പിനെസ്. ചില ആൾക്കാരിൽ അൺപ്രിപ്പയർഡ് ആണ് എന്ന് വിചാരിച്ചോളൂ. പ്രഗ്നൻസി പ്ലാൻ ചെയ്യാത്ത ആൾക്കാർ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അത് ടോട്ടൽ റിവേഴ്സ് എഫക്റ്റും എക്സ്ട്രീം സാഡ്നെസ് ആയിരിക്കും. ഭയങ്കരമായിട്ട് അവർ ഡിപ്രഷനിലേക്ക് വരെ പോവാറുണ്ട്. സോ ആ ഒരു മൂഡ് ചേഞ്ചസ് എക്സ്ട്രീം കണ്ടീഷൻസിൽ. പക്ഷെ സാധാരണ രീതിയിലാണെങ്കിൽ ചെറിയൊരു മൂഡ് ഫ്ലക്ച്വേഷൻസ്, മൂഡ് ഇറിറ്റബിലിറ്റി, ചെറിയ കാര്യത്തിന് ദേഷ്യം, ചെറിയ കാര്യത്തിന് സങ്കടമൊക്കെ വരാറുണ്ട്. അത് ആ പ്രഗ്നൻസി ഹോർമോൺസ് കാരണമാണ്. സോ അതാ ആദ്യത്തെ 3 മാസം മാത്രമാണ് കാണാറ്. പിന്നീട് അതിൻ്റെ ആ ഒരു ഇന്റൻസിറ്റി അല്ലെ അതിൻ്റെ ആ ഒരു സിവിയറിറ്റി കുറഞ്ഞു വരും. സോ മെയിനായിട്ട് നമ്മൾ ആ ഒരു ഫേസിൽ ചെയ്യേണ്ടത് ഫാമിലി നല്ലോണം സപ്പോർട്ട് കൊടുക്കണം. സോ ആ
ആ സ്ത്രീക്ക് വേണ്ടത്ര ഒരു ഇമോഷൻ സപ്പോർട്ടും ഫാമിലി സപ്പോർട്ടും ആ ഒരു സ്റ്റാർട്ടിങ് ഫേസിൽ കൊടുക്കണം. ബിക്കോസ് സ്ത്രീ ആ ഒരു പുതിയ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ പുതിയൊരു കണ്ടീഷനുമായിട്ട് പൊരുത്തപ്പെട്ട് വരണം. അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ സമയം കൊടുക്കണം. സോ ദാറ്റ് ടൈം നമ്മൾ നല്ലൊരു ഫാമിലി സപ്പോർട്ട്, ഇമോഷൻ സപ്പോർട്ട്, പാർട്ട്ണറിന്റെ അടുത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഈ സൈക്കോളജിക്കൽ ചേഞ്ചസ് അധികം അവരെ ഹെൽത്തിനെ ബാധിക്കില്ല. സ്മൂത്ത് ആയിട്ട് നമുക്കതങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ ഓൾറെഡി സൈക്കോളജിക്കൽ പിന്നെ ചേഞ്ചസിനെ കുറിച്ച് 3rd ട്രൈമസ്റ്ററിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതായത് ഇപ്പം ചില ഓൾറെഡി ചില ആളുകൾക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെയുള്ള ലേഡീസ് ക്യാരിങ് ആയിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ ഓൾറെഡി സൈക്യാട്രിക് പ്രോബ്ലംസ് ഉള്ള സ്ത്രീകളും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള സ്ത്രീകൾ ഓൾറെഡി മെഡിസിൻസ് എടുക്കുന്നുണ്ട്. അവർ പ്രഗ്നൻ്റ് ആവുമ്പോൾ ആ മെഡിസിൻസ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ ഓൾവേസ് അവരെ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് വിസിറ്റ് ചെയ്യാം. പിന്നെ ചിലപ്പം ഈ ഗുളിക ഒന്നുകിൽ അതേ ഗുളിക കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഗുളികേൻ്റെ ഡോസ് കുറച്ച് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ഒരു ഗുളികയും ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്യും. പക്ഷെ ഒരിക്കലും നമ്മൾ ഗുളിക സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സോ ഇഫ് ഇൻ കേസ് നമ്മൾ ഈ സൈക്യാട്രിക് മെഡിസിൻസ് അല്ലെങ്കിൽ സൈക്യാട്രിക് പ്രോബ്ലംസിനെ ഈ മെഡിസിൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ പ്രഗ്നൻസി പീരിയഡിൽ, നമുക്കില്ലേ ആ പ്രോബ്ലംസ് ഒക്കെ 10 ഇരട്ടിയായിട്ട് അത് വരും, പുറത്തേക്ക് വരും. സോ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അത് അമ്മക്ക് മാത്രമല്ല ഡേഞ്ചറസ്, വളരുന്ന കുട്ടീനെ എഫക്റ്റ് ചെയ്യും. സോ ഒരിക്കലും നമ്മൾ ആ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഓൾവേസ് കണ്ടിന്യൂ ദ മെഡിസിൻസ്. അതോടൊപ്പം തന്നെ 3rd ട്രൈമസ്റ്ററിൽ വരുന്ന ഡേഞ്ചറസ് സൈൻസ് ഏതൊക്കെയാണ്? സോ നമ്മൾ എപ്പോഴും പേഷ്യൻസിനോട് പറയാറ് ആഫ്റ്റർ 8th മന്ത് അല്ലെങ്കിൽ 32 ആഴ്ച കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടീൻ്റെ അനക്കങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടി ശരിക്കും അനങ്ങുന്നുണ്ടോ? അപ്പം നമുക്ക് എങ്ങനെ കുട്ടീൻ്റെ അനക്കങ്ങൾ അറിയാൻ പറ്റും? അത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഏതാണ് നോർമൽ? സോ എത്ര പ്രാവശ്യം കുട്ടി അനങ്ങണം? ഇതൊക്കെയാണ് ആൾക്കാർക്ക് പൊതുവെ ഉള്ള ഡൗട്ട്സ്. സോ ഞാൻ പൊതുവെ എൻ്റെ പേഷ്യൻസിനോട് പറയാറ് ഏറ്റവും സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഈസി മെത്തേഡ്, നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കും, രാവിലെ ഉച്ചക്കും രാത്രി. സോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂർ നമ്മൾ കുട്ടീൻ്റെ മൂവ്മെൻറ്റ്സ് കൗണ്ട് ചെയ്യണം. സോ ഒരു 3-4 മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ then it is normal. ഓക്കെ. സോ അങ്ങനെ നമ്മൾ 3 നേരം അല്ലെങ്കിൽ 4 നേരം നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കണം. പക്ഷേ കുട്ടീൻ്റെ മൂവ്മെൻറ്റ്സ് കുറവാണ്, ഭക്ഷണം കഴിച്ചിട്ടുള്ള 1 മണിക്കൂറിൽ കുട്ടി ആകെ ഒരിക്കലും അനങ്ങുന്നില്ല അല്ലെങ്കിൽ അനക്കമേ ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് മധുര പലഹാരങ്ങളോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡ് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഒന്നും കൂടി അസസ് ചെയ്യണം. സോ നമുക്ക് അനക്കങ്ങൾ ഫീൽ ആവുന്നുണ്ടോ? എന്നിട്ടും അനക്കങ്ങൾ ഒട്ടുമില്ല, കുട്ടി ഒട്ടും അനക്കങ്ങൾ ഫീൽ ആവുന്നില്ല, നമുക്കൊരു ആ ഒരു പെർസെപ്ഷനേ ഇല്ല, ഇമ്മീഡിയറ്റ്ലി ഗോ ടു ദ ഹോസ്പിറ്റൽ. ഓക്കെ. സി ഡോക്ടർ, സാധാരണ ഫുഡിനപ്പുറത്ത് മധുര പലഹാരങ്ങളോ അല്ലെങ്കിൽ ജ്യൂസോ കഴിച്ച സമയത്ത് ലെഫ്റ്റ് സൈഡ് ടേൺ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നില്ല, ഉണ്ടോ എന്നുള്ളത് അതിനെന്താണ് പ്രത്യേകത? ഈ പറയുന്ന ഫുഡ് പൊതുവെ കുട്ടീൻ്റെ അനക്കങ്ങളെ നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മളിപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും, അതേപോലെ കുട്ടിക്കും അതേപോലെ ആ ഗ്ലൂക്കോസ് ആ എനർജി കിട്ടും. സോ പൊതുവെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ആ ഒരു സമയം കുട്ടി കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും, ബിക്കോസ് കുട്ടിക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ലെഫ്റ്റ് സൈഡ് എന്തുകൊണ്ടാണ് കിടക്കാൻ പറയുന്നത് പറഞ്ഞാൽ, ലെഫ്റ്റ് സൈഡ് നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ യൂട്രസ് കുറച്ച് ലെഫ്റ്റ് സൈഡ് ടിൽറ്റഡ് ആണ്. സോ കുറച്ചും കൂടി ബ്ലഡ് സപ്ലൈ ബെറ്റർ ആയിരിക്കും കുട്ടിക്ക്, ബ്ലഡ് സപ്ലൈ ബെറ്റർ ആയിരിക്കും, ഓക്സിജൻ സപ്ലൈ ബെറ്റർ ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് നല്ലോണം അസസ് ചെയ്യാൻ പറ്റും. കുട്ടീൻ്റെ ആ മൂവ്മെൻറ്റ് കുറവ് ചിലപ്പം ഗ്ലൂക്കോസ് കുറഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ടാവാം. സോ അതിനെ കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു പൊസിഷനും പിന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും പറയുന്നത്. ഈ മൂവ്മെൻറ്റ് അസസ്മെൻറ്റിനെ കുറിച്ച് ഡോക്ടർ നേരെ സൂചിപ്പിച്ചില്ല. ഇത് ഫോർ എക്സാമ്പിൾ 1 or 2 days ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ച രീതിയിൽ ആ ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ ഉണ്ട് എന്ന് കരുതുക. ഓക്കെ. ആഫ്റ്റർ 2 days നോ മൂവ്മെൻറ്റ്, അങ്ങനെ അത് സ്റ്റോപ്പായിട്ട് അത് അങ്ങനെ വരും. നോ മൂവ്മെന്റ് അങ്ങനത്തെ ഒരു ഫേസ്, ഒരു മോർ ദാൻ 6 hours നമുക്ക് മൂവ്മെന്റേ ഇല്ലെങ്കിൽ ഇറ്റ്സ് ഡേഞ്ചർ. നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോകണം ഹോസ്പിറ്റലിൽ. വൺ ഓഫ് ദ ഡേഞ്ചർ സൈൻസ്. നമുക്ക് ഡെഫിനറ്റ്ലി മൂവ്മെന്റ് കിട്ടണം. മൂവ്മെന്റ് ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ ദെൻ സംതിങ് ഇസ് റോങ്. ഒന്നുകിൽ കുട്ടിക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ബ്ലഡ് സപ്ലൈയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവാം.
സോ എന്തിനാ റിസ്ക് എടുക്കുന്നത്? നമ്മൾ മൂവ്മെന്റ് നമുക്കൊരു 2-3 hours ഒട്ടും കുട്ടീൻ്റെ അനക്കങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിച്ചിട്ടും കിടന്നിട്ടും റെസ്റ്റ് എടുത്തിട്ടും കുറച്ച് വെള്ളം കുടിച്ചിട്ടും നമുക്ക് ഇതേപോലെ മൂവ്മെന്റ് ഒട്ടും ഇല്ലെങ്കിൽ ഓൾവേസ് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നല്ലത്. പോയി ഒന്ന് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യും. ആൻഡ് ദെൻ ഒന്നും പ്രോബ്ലം ഇല്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെതായ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ. മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 3rd ട്രൈമസ്റ്ററിൽ പ്രസവ വേദന റിലേറ്റഡ് ആണ്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ അബ്ഡോമേൻ്റെ ഒരു പെയിൻ അല്ലെങ്കിൽ സൈഡ് എവിടെയും ഒരു പെയിൻ, അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും? ഏതാണ് വേദന, പ്രസവ വേദന, ഏതാണ് ഒരു സാധാരണ വേദന, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പലർക്കും ഒരു 8-ാം മാസം കഴിഞ്ഞാൽ പിന്നെ എല്ലാ വേദനയും പ്രസവ വേദന പോലെയാണ് അവർക്ക് തോന്നുക. സോ ചെറിയൊരു വേദന എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചാടി വരും. പിന്നെ അത് നോർമലായിരിക്കും, ആദ്യം തിരിച്ചു വരും. സോ ഇങ്ങനെ കുറേ പേഷ്യൻസിനും അത് ഡിസ്കംഫർട്ടാണ്. നമ്മൾ ഡോക്ടേഴ്സും നമ്മൾ വിചാരിക്കും വെറുതെ പേഷ്യൻ്റ് അതൊരു എക്സസ് അൺനെസസറി സ്ട്രെയിൻ. സോ ശരിക്കും നമ്മൾ പ്രസവ വേദന എന്താണെന്ന് മനസ്സിലാക്കണം. പ്രസവ വേദന ഒരിക്കലും വന്നു പോവില്ല. പ്രസവ വേദന ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. സോ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി ഗ്രാജ്വലി ഇൻക്രീസ് ആവും. പിന്നെ എല്ലാ ഒരു 15 മിനിറ്റിൽ നമുക്കൊരു വേദന വരുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റിൽ വേദന വരാൻ തുടങ്ങും. പിന്നെ 5 മിനിറ്റിൽ വേദന വരാൻ തുടങ്ങും. സോ ഫ്രീക്വൻസി ഓൾസോ ഇൻക്രീസസ്. സോ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ആവും, ഫ്രീക്വൻസി ഇൻക്രീസ് ആവും. പിന്നെ ഈ വേദന തുടങ്ങുന്നത് മെല്ലനെ ഒരു നടുവേദന ആയിട്ട് തുടങ്ങും. പിന്നെ മെല്ലനെ നമ്മൾ അടിവയറ് വേദന, പിന്നെ തൈസ്, പിന്നെ നമുക്കൊരു പ്രഷർ ഉണ്ടാവും. പെൽവിക് പ്രഷർ എന്ന് പറയും. താഴേക്ക് ഒരു മുക്കാനുള്ള ഒരു പ്രഷർ വരും. സോ അതിൻ്റെ കൂടെ ബ്ലീഡിങ്, കുറച്ച് നമുക്ക് രക്തം കാണാൻ തുടങ്ങും, ചെറിയ മാതിരി ഡിസ്ചാർജസ് ഉണ്ടാവും. പിന്നെ വെള്ളം, ചില സ്ത്രീകൾക്ക് വെള്ളം ലീക്ക് ആവാൻ തുടങ്ങും. സോ ഇതൊക്കെയാണ് സൈൻസ് ഓഫ് ട്രൂ ലേബർ പെയിൻസ്. ഫാൾസ് ലേബർ പെയിൻസ് പറഞ്ഞാൽ ചെറിയ മസിൽസ് ഒരു പിടുത്തം വന്നാൽ അല്ലെ സ്ട്രെയിൻ ആവുമ്പോൾ വരുന്ന പെയിൻസ് ആണ്. ഈ പെയിൻസ് നമ്മൾ നോർമൽ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മസിൽ റിലാക്സൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഗുളിക കഴിക്കുമ്പോൾ അത് കുറയും. അതേപോലെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്താൽ, കുറച്ച് വെള്ളം കുടിച്ചാലൊക്കെ ഈ വേദന കുറയും. സോ ഇതൊക്കെ ദേ ആർ ഫാൾസ് ലേബർ പെയിൻസ്. ട്രൂ ലേബർ പെയിൻസ് ഒരിക്കലും റെസ്റ്റ് എടുത്താൽ കുറയൂല, വെള്ളം കുടിച്ചാൽ കുറയൂല, നമ്മൾ ടാബ്ലറ്റ്സ് കഴിച്ചാൽ കുറയില്ല. വേദന കൂടി പോവും. അതിൻ്റെ കൂടെ നമുക്ക് ബ്ലീഡിങ്, ബാക്കിയുള്ള അസ്വസ്ഥതകൾ എല്ലാം ഉണ്ടാവും. മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി സ്ത്രീകൾ, അതായത് ഗർഭിണിയായ സ്ത്രീയുടെ വിവിധ ഘട്ടങ്ങളിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ചികിത്സാ രീതികൾ, വിവിധ ടെസ്റ്റുകൾ, ഇതൊക്കെയാണ് വളരെ വിശദമായിട്ടാണ് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നീരജ മാം കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് വിശദീകരിച്ചത്. നന്ദി, നമസ്കാരം. താങ്ക് യു മാം.